എന്താടാ നാറി? അളയാ പഠിച്ച അത് ചോദിപ്പാനാണ് സാർ ഈ പാതിരാത്രി ഇങ്ങോട്ട് വിളിച്ചത്. പഠിച്ചെങ്കിൽ പഠിച്ചെന്ന് പറ. പഠിച്ച് 3 തവണ റിവിഷൻ കഴിഞ്ഞു. ഇനി പഠിക്കാൻ ഇവിടെ ബുക്കൊന്നും ഇല്ലാത്തോണ്ട് കൊച്ചിന്റെ മലയാള പാഠാവലി പഠിക്കാൻ പോവാ. പഠിച്ചില്ലല്ലേ? അറിയാലോ, പിന്നെ എന്തിനാ ഈ ചോദിക്കുന്നേ? 50 പ്രാവശ്യമാണ് ഇമ്പോസിഷൻ എഴുതിക്കുന്നു പറഞ്ഞേക്കണ. ഇങ്ങനെ കിടന്ന് പേടിക്കാതൊരു ഇത് വേറെ ക്ലാസ് ടെസ്റ്റ് അല്ലേ? വിറ്റ് സെറ്റ് ആണല്ലേ? യെസ് ഓഫ് കോഴ്സ്. നാളെ വരുമ്പേ എനിക്ക് കൊണ്ടുവന്നോട്ടാ. പറ്റൂല. പറ്റൂലേ? പറ്റൂല. ഞാൻ നൈസായിട്ട് നിന്നെ ഒറ്റും ടീച്ചറെ ഇട്ട് കൊടുക്കുന്ന. ശരി, കൊണ്ടുവരാം. അങ്ങനെ വഴിക്ക് വേട വില്ലേജിന്റെ മൂത്ത മോനെ. പിന്നെണ്ടല്ല, നാളെ പരിചയപ്പെടുത്തരാട്ടാ. അത് നീ എന്ത് പുല്ലോ ചെയ്. തൽക്കാലം ഒന്ന് പോയി കിടന്ന് ഉറങ്ങടാ. ഇരുട്ടിക്കുന്നതിൽ അമളി പറ്റി ഉരുളി കമത്തി ഉണ്ടായ തിണ്ടി. സിനിമനെ ഇന്ന് ക്ലാസ്സിൽ പോകാൻ ഒരു മൂഡില്ല. അയ്യോ, അല്ലാത്തപ്പോൾ ഇയാൾക്ക് വലിയ മൂടാണല്ലോ പോകാൻ. അതല്ലടേ, ഈ സ്കൂള് പരിപാടിയെ ശരിയല്ല. ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്സിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനെ പോലെ വീട്ടിൽ നീച്ചടി. അല്ലടാ, നിന്റെ അപ്പനെ പോലെ രാവിലെ കുളിച്ചൊരുങ്ങിയിരുന്ന് പൈൻ്റ് അടിക്കാം. ഛേ, ഈ മാത്സ് നോട്ട് ആരെടുത്തുന്നു ഓരോ മുളക്കാച്ചിലൊക്കെ പാച്ചാനെന്നും പറഞ്ഞ് തരും. അല്ല, മാത്സ് നോട്ട് ബുക്ക് പോകാൻ എന്താ നിനക്ക് ഇതിനും മാത്രം ടെൻഷൻ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നന്നാവാനോ വല്ല ഉദ്ദേശമെങ്കിൽ എന്നെ നോക്കണ്ട. രാവിലെ തന്നെ എൻ്റെ കുരുപൊട്ടിക്കല്ലേ, ചൊറിഞ്ഞു വരുന്നുണ്ട് എനിക്ക്. നിൽക്കുന്നുണ്ട് അനിയൻ തണ്ടി. എവനായിരിക്കും നിന്റെ നോട്ട്ബുക്ക് അടിച്ചു മാറ്റിയത്? അവരൊന്നും അല്ലേ, ഇന്നലെ അവൻ്റെ അണ്ടർവെയർ വരെ ഞാൻ തപ്പിയത്, വേറെ ആരെ. എന്നാലും നമ്മുടെ ക്ലാസ്സിൽ ഏതാ ഇത്രയും വലിയ മണ്ടുണ്ട് നിന്റെ നോട്ട്ബുക്കൊക്കെ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ. എടാ പൊട്ടങ്ങണാപ്പി, നിന്നെ എടുത്തോളാട്ടാ. ഡേടാ, ഓട്ടോ പിടിച്ച് പോകാം, അല്ല നേരത്തെ എന്നല്ലേ വിറ്റ് സെറ്റ് ആക്കത്തില്ലേ? എന്നാ വാ. ചവിട്ടി രാവിലെ നിന്ന് പുട്ട് തയ്ച്ച് ക്ലാസ് ടെസ്റ്റിന് മുമ്പ് അങ്ങ് എത്താൻ പറ്റിയാൽ മതി. നിന്നെ വെച്ച് ലോഡ് വെച്ച്. എടാ, നിനക്ക് നിന്റെ അപ്പനോട് പറഞ്ഞിട്ട് വലിയൊരു ഗിയർ സൈക്കിൾ വാങ്ങിച്ചൂടെ? എന്നാലും നിനക്ക് വേറൊരു സൈക്കിൾ മേടിക്കാൻ ഉദ്ദേശമില്ലല്ലേ? എനിക്ക് സൈക്കിൾ ബാലൻസ് വരാനിട്ടല്ലേ. വാങ്ങി ചവിട്ട്, ഫസ്റ്റ് പീരീഡ് ആണ് എക്സാം. ഒന്നും മിണ്ടായിരിക്കുമോ? ചവിട്ടി കൂട്ടി ഞാൻ നന്നായിട്ട് പഠിച്ച് വലിയ ആളായിട്ട് വേണം ഈ റബ്ബറും തോട്ടമൊക്കെ എൻ്റെ പേരിൽ മേടിക്കാം. ഞാൻ വലിയ ആളാക്കി കഴിയുമ്പോൾ റബ്ബർ തോട്ടമൊക്കെ ഇവിടെ കാണുന്നു. ഈ പ്രോബ്ലം ഒരു ബുദ്ധിമുട്ടില്ല. നീ ഒറ്റ ക്വസ്റ്റൻ പഠിച്ചാൽ മതി. പഠിക്കുന്ന വേണ്ട, വേണം കയ്യിൽ എഴുതി നോക്കോ. ഞാൻ ഇതെല്ലാം പഠിച്ചത് അതിന്. വേറെ വല്ല ഡൗട്ടും ഉണ്ടോ? എനിക്ക് വല്ല ഡൗട്ടും നിന്നോട് ഞാൻ പറഞ്ഞു. അല്ല, എന്തെങ്കിലും ഡൗട്ടിനെ ചോദിച്ചാൽ മതി, നമുക്ക് റിവിഷൻ ആക്കാലോ. ചേട്ടാ, എനിക്ക് റിവിഷൻ വേണ്ടടാ. നിനക്കല്ല, എനിക്ക്. ഞാനെന്തോ നീ ബുക്കിംഗ് തന്നെ കുറെ നേരമായി. എന്നാ പോ. ഓ, രാവിലെ നേരത്തെ ഇവിടെ എത്തിയത് ഇതിന് വേണ്ടിട്ടാണല്ലേ? ഏതിന്? ഞാൻ കണ്ടു ഇവിടെ കൊഞ്ചി കൊഴുന്നത്. അയ്യോ, നീ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കാട്ടാ. ഞാനെന്തോ ഞാൻ കണ്ട കാര്യ പറയണേ. എടി, ക്ലാസ്സിലെ ബ്രില്യൻ സ്റ്റുഡന്റ് എന്റെ കുറ്റാണോ? എന്ത്? എടി, അവള് വന്ന് ഡൗട്ട് ചോദിച്ചു, ഞാൻ അത് പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. ചുമ്മാ ഒന്ന് പോയാനെന്തോ. അപ്പൊ നിനക്കെന്നെ വിശ്വാസമില്ല? എടി, ഇതേ നീയാണ് സത്യം. ചുമ്മാതാ ദൈവമോ, വീട്ടിൽ നടന്നു പോയ കൊച്ചാ ഇവനാ ഡൗട്ടൊന്നും പറഞ്ഞ് പിടിച്ചു വലിച്ച് പറഞ്ഞു കൊടുത്തത്. അനന്തു, അതെ, ചെല്ലേ വാലെ തൂങ്ങി പോ, ആണോ യവന്മാരെ കാണുന്നില്ല, എവിടെ പോയി കിടക്കുന്ന അറിയണം. എവിടെ ആയിരുന്നടേ? കടയിൽ ഒടുക്കത്തെ തിരക്കാ. ബിറ്റെട് എടാ, പതുക്കെ വെക്ക്. സൂക്ഷിച്ച്. ഇതെവിടെ വെക്കും? സ്ഥലമില്ല. തലേ കുലുക്കരുത്. എടാ, കുലുക്കരുതെന്ന് ഇല്ല. ഇത്ര ഉള്ള ബാക്കി ഫോർമുലൊക്കെ എന്ത്? ഫോർമുല എല്ലാം മേടിച്ചു. എന്താ സോപ്പ് തുറന്ന് നോക്കലയ്യ. ഇത് കണ്ടാ ബൂസ്റ്റ് വെക്കണം. ചേർന്നു. എടാ, നീ എന്താണ് ചീട്ട് കളിച്ചോണ്ടിരിക്കണം? ചീട്ട് കളിയാ? വില കളയല്ലേ? ദിസ് ഇസ് റമ്മി. കാശുണ്ടാക്കണ പരിപാടിയാണ്. ഇത് എംബിയല്ലേ? കാശ് എടുത്ത് തുടങ്ങി. മിക്കവാറും റമ്മി കളിച്ച് ഞാൻ ബൈക്ക് മേടിക്കും. ഓക്കെ, അതൊക്കെ വിടും. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. എക്സാം കഴിഞ്ഞിട്ട് ബിറ്റെന്തേ ശ്രദ്ധിച്ചോളാം. ഒരു കുത്തങ്ങോട്ട് വെച്ചെന്നുണ്ടല്ലോ. പിന്നെ വിഴുങ്ങണോ? ഇവിടെ കളയരുത്. ഞാൻ എങ്ങനെ തന്ന അതുപോലെ തിരിച്ചെനിക്ക് തരണം. എനിക്ക് എല്ലാ എക്സാമിനും ഇരുന്ന് എഴുതാൻ വയ്യ, മനസ്സിലായ? ദയവ് ചെയ്ത് അവിടെ നിന്ന് വിളിക്കരുത്. അവർക്ക് ഒന്നാം എന്നെ സംശയമാണ്, അറിയാലോ. എനിക്ക് കൊമേഴ്സ് 2 ബിറ്റൂടെ കൊടുക്കാൻ ഞാൻ കൊടുത്തിട്ടോ. ടെൻഷൻ അടിക്കാണ്ട് പോയിട്ട് വാളിയാ. ശരി, പോ. ഓക്കെ, എല്ലാം സെറ്റ്. കം ഓൺ ബോയ്.
പിന്നെ എനിക്ക് അനന്തും മറ്റു പെണ്ണുങ്ങളോട് സംസാരിക്കുന്നതൊന്നും തീരെ ഇഷ്ടമില്ല. അതെൻ്റെ കുറ്റം കൊണ്ടാണോ? ഈ ക്ലാസ്സിൽ ഇച്ചിരി കാണാൻ കൊള്ളാമെന്നും തലയിൽ ആൾ താമസമുള്ളതെന്ന് 2 പേരുള്ളൂ. അതിലൊരാൾ ഞാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്നോട് ഇഷ്ടം തോന്നും. പക്ഷെ എനിക്കിഷ്ടാരാ? എന്നോട്. പിന്നെ അവർക്ക് എന്നോട് അസൂയാന്നേ. സൈൻ ബൈ ബൈ ടു 1, കോസ് ബൈ ബൈ ടു 0, ടാൻ ബൈ ബൈ ടു നോട്ട് ഡിഫൈൻഡ്. അതിനാ പരിപാടിയാടാ. എനിക്കറിയാൻ പാടില്ല പൊന്നെ. കാണാ കോട്ടക്സ് പ്ലസ് വൈ നിന്റെ കാലിനിടയിൽ എനിക്കൊരു തേങ്ങ ഓർമ്മയില്ലെന്നേ. കോട്ടുവായിടാ അല്ല പറഞ്ഞത്, കോട്ട് എക്സ്പ്ലസ് വൈയുടെ കാര്യം പറഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ല. ഇന്ന് എക്സാമിനുള്ളത് ഇക്വേഷൻ ഇല്ലാത്ത എഴുതി വെക്കുന്നു, നോക്ക്. എടാ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ എഴുതി വെച്ചേക്കുന്നത്? അതല്ലേ ഇപ്പോ? എടാ ഇന്ന് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ ആടാ പൊട്ട. അയ്യോ, ആര് പറഞ്ഞു? ആര് പറഞ്ഞത്? ഒരു ബോധം മക്കളില്ല. ഇതൊക്കെ മാച്ചുകളാ, ഫുള്ള് മാച്ചുകളാ. നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ഇപ്പോൾ എഴുതി വെച്ചല്ലേ. ഈ ട്രിഗ്നോമെട്രിയുടെ ഈ ഇക്വേഷൻസ് എല്ലാം എഴുതി വെക്കും. എഴുതി വെക്കും, അതെല്ലാം എഴുതി വെക്കും. നമുക്കൊരു നാരങ്ങോളം കുടിച്ചിട്ട് വന്നിട്ട് എടാ ഇരുന്ന് എഴുതടാ. എന്ത് വെച്ച്? അതെ, ഹെൽപ്പ് എന്തെങ്കിലും വേണം. എന്നാൽ 2000 രൂപ 3 ട്രിപ്പ് പോട്ട്. അതല്ല, ടെസ്റ്റ് പേപ്പറിന് എന്തെങ്കിലും ഹെൽപ്പ് വേണം. അയ്യോ അതെന്തായാലും വേണം. റോക്കറ്റ് ഉണ്ടാക്കറിയോ? ഇപ്പൊ ഹെൽപ്പൊന്നും വേണ്ട. പൊക്കോ വേണ്ടെങ്കിൽ കൊച്ചു പരീക്ഷയൊക്കെ അല്ലേ? ആവശ്യത്തിനുള്ള ഹെൽപ്പൊക്കെ ഈ എഴുതി വെച്ചേക്കണേ. ഇനി അതോടെ തല എടുത്ത് വെക്കാൻ വയ്യ. കോട്ട് പുല്ലുക. അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ തീരുമാനമായ അതല്ലേ ഇത്ര നേരം പറഞ്ഞോണ്ട് ടൂർ പോയെന്ന്. ടൂർ പോയി? ആര് പോയി? എവിടെ പോയി? എപ്പോൾ പോയി? ടൂർ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ടൂർ ക്യാൻസൽ ആയെന്ന്. ആ പുതിയ ടീച്ചേഴ്സ് മീറ്റിംഗ് പറഞ്ഞു ഈ പ്രാവശ്യം 10-നും 12-നും ടൂറിനും ഉണ്ടാവും. പഴയ ഓന്തളിക്ക് തന്നെ മതിയായിരുന്നില്ലേ പ്രിൻസിപ്പളായിട്ട്? മതിയായിരുന്നു. ഇങ്ങനെയാണ് ഒടുക്കത്തെ കലിപ്പിന്. ക്ലാസ് ടൂർ ക്യാൻസൽ ആയില്ലല്ലോ, നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ട് ഇല്ലേ? അതെന്താ പരിപാടി? അപ്പോൾ നമുക്ക് വരണ്ടേ? നിങ്ങൾ ഷെയർ ഇടും, അപ്പോൾ നിങ്ങൾക്കും വരാം. കാശിൻ്റെ കാര്യമല്ലേ? അത് അമ്മൂമ്മയുടെ പെൻഷൻ സെറ്റാക്കി തരാം. അമ്മൂമ്മ കാത്തോളം കേട്ടോ. അത് നീ എന്തോ ചെയ്യും. എന്തായാലും പൈസ തെറ്റായ അടുത്ത ദിവസം നമ്മൾ ട്രിപ്പ് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഴിക്കോട് പോയാലോ? അവിടെ നല്ല അറേബ്യൻ ഫുഡൊക്കെ കിട്ടും. നല്ല അൽഫാമും മണക്കൂസും ഒക്കെ അടിപൊളിയാണ്. മണക്കൂസ് ഞാൻ തോന്നുന്നു. അത് ഈ ചിക്കനൊക്കെ മുക്കി തരുന്ന ഒരു വെള്ള ചമ്മന്തിയാണ്, നൈസാ. മണക്കൂസല്ലടാ, മച്ചണൈസ്. ആ അങ്ങനെയാണ്. മാങ്ങാത്തുള്ളി അറിയത്തില്ല, ചുമ്മാ നടന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനമാണല്ലോ. എടാ മുടങ്ങാൻ വേണ്ടി മാത്രമല്ലടാ ടൂർ പോകുന്നത്. പിന്നെന്തിനു? അല്ലെങ്കിൽ തന്നെ എവനെയൊക്കെ ആരും ഉണ്ടോന്ന്? നിനക്ക് ടൂർ പോകണോ? ഇതാ പറ, നമ്മളെ ക്ലാസ്സിലൊരു യൂണിറ്റ് ഇല്ല, പിന്നെ ഞാൻ തോയ്യാന്. ഇവരും ഞാനെന്ന് ഫുഡ് ഉണ്ടോ? നിന്റെ ഫുഡ് തരും, ഷെയർ ചെയ്യും. ഓടെ ഇറക്കണിച്ചു ആകെ ഇത്തിരി ചോറുണ്ട്. അത് ഞാൻ നിനക്ക് തന്നെ ഞാൻ യൂണിറ്റ് എടുത്ത് വിഴുങ്ങോ? ഇല്ലടാ, അവിടെ എന്റെ ബലിച്ചോറ് പോലും തരത്തില്ല. ഗുഡ് മോർണിംഗ്. സെറ്റ് എല്ലാവരും ടെസ്റ്റ് വേണ്ടി റെഡി ആണല്ലോ അല്ലേ? അരുൺ പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് തറവായ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ടേമിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിന്ന് നമുക്ക് ടെസ്റ്റ് ഇടാം. അടിപൊളി. ഫോട്ടോസ്റ്റാറ്റ് വേസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ പട്ടി. അപ്പൊ ആസ് യൂഷ്വൽ മൊത്തം തന്നെ ടെസ്റ്റ് മാറ്റി വെക്കാൻ പറയടേ. മിസ്